ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ഒരു 35 ഇഞ്ച് ബോഡി മെഷർമെൻറ്റുള്ള ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം ഇവിടെ ഇതുപോലെ തുണിയെ നേരെ മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. കറക്റ്റ് നമുക്ക് ലെങ്ത്തിലുള്ള ക്രോസിംഗ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നത്. നമ്മൾ ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് കട്ട് ചെയ്തത്. ആദ്യം നമ്മൾ ബാക്കിൽ ഓപ്പൺ തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള തുണിക്ക് വേണ്ടി നമ്മളൊരു 1/4 ഇഞ്ചും പോയിന്റും നമ്മൾ എത്രയാണോ തുണി വെക്കുന്നത് ആ ഒരു തുണി നമ്മൾ അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. ലെങ്ത്ത് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 16 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ഈ രണ്ട് മാർക്കുകളെയും ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കഴുത്തകലം വെക്കുന്നത് 3.25 ഇഞ്ചാണ്. ഇവിടെ നിന്ന് 3.25 ഇഞ്ച് വെക്കുന്നു. ടോട്ടൽ നമ്മൾ 5.5 ഇഞ്ച് നമ്മുടെ ഷോൾഡർ വെക്കുന്നു. ഷോൾഡർ 5.5 ഇഞ്ചാണ് വെക്കുന്നത്. നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് ആ മാർക്കിന് ശേഷമാണ് നമ്മൾ 5.5 ഇഞ്ച് വെക്കുന്നത്. ഇനി അതേ അളവ് തന്നെ നമ്മൾ എത്രയാണോ ഷോൾഡർ അളവ് വെച്ചത് അതേ അളവ് തന്നെ 5.5 ഇഞ്ച് തന്നെ നമ്മൾ റഗാളിൻ്റെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ബോഡി മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബോഡി 35 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു. 39. 39ൻ്റെ 4/1 9.25. അതിൻ്റെ കൂടെ 1.25 ഇഞ്ച് നമ്മുടെ എക്സ്ട്രാ തുണിക്ക് വേണ്ടി. ഇനി അടിവശത്തും ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു മാർക്കിൽ നിന്നാണ് വിടുന്നത്. 32 ഇഞ്ചാണ്. അപ്പോൾ 4/1 8 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി. പിന്നീട് ഒരു 1.25 ഇഞ്ച് തുണി. അങ്ങനെ 8ഉം 3/4 8.25 പ്ലസ് 1.25 ഇഞ്ച് തുണി. ഇനി നമ്മളിവിടെ നമ്മുടെ റഗാൾ ഷേപ്പിന് വേണ്ടി നമ്മൾ ഇവിടെ വെക്കുന്നത് 1.25 ഇഞ്ചാണ്. കണ്ടോ, 1.25 ഇഞ്ചിൽ നമ്മളിവിടെ ഒരു മാർക്കിംഗ് ചെയ്തതിന് ശേഷം ആ ഒരു മാർക്കിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ഒരു ബോഡി മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിൽ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് കണ്ടോ 1/4 ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ ഇവിടെ നിന്ന് വരഞ്ഞു കൊടുക്കുന്നത്. ഇനി നമ്മൾ 3.25 ഇഞ്ച് നമ്മുടെ വൈഡ് വെച്ചിട്ടുണ്ട്. അതേ അളവ് തന്നെ താഴെ വെക്കുന്നു. കണ്ടോ, ഇനി ഇവിടെ ഇതുപോലെ ഇങ്ങനെ. ഇനി നമ്മൾ നമ്മുടെ തുണി മുകളിലുള്ള അറ്റാച്ചിങ് തുണിക്ക് വേണ്ടി വിടുന്നു. അതിനുശേഷം നമ്മൾ 3.25 ഇഞ്ചിൽ നമുക്ക് 4 ഇഞ്ചാണ് നമ്മുടെ ഇറക്കം കിട്ടേണ്ടത്. അപ്പോൾ നമ്മളത് 3.25 ഇഞ്ചിൽ ഇവിടെ നമ്മൾ 1 ഇഞ്ച് നമ്മുടെ ഷേപ്പിന് വേണ്ടി കൊടുക്കുന്നു. 1 ഇഞ്ചും പോയിന്റും കൊടുക്കുന്നു. ഇനി ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. നമ്മൾ 4 ഇഞ്ചാണ് നമുക്ക് ഫിനിഷിങ്ങിൽ കഴുത്തിൻ്റെ ഇറക്കം കിട്ടേണ്ടത്. നമ്മളതൊരു 3.25 ഇഞ്ചിൽ കട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ നമ്മളൊരു ഡാർട്സ് കൊടുക്കുന്നു. ബാക്ക് ഡാർട്സിന് വേണ്ടി മാർക്ക് ചെയ്യുന്നതാണ്. അത് 4 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വെക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു മാർക്കിങ്ങിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. കണ്ടോ, ഇതുപോലെ. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ ബാക്ക് പീസിൽ ആ ഒരു മാർക്കായിട്ടുള്ള മാർക്കിനേക്കാൾ കുറച്ചുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് വെക്കുന്നത്. ഇനി അടിവശത്ത് നമ്മൾ ഒരു അരയിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ബാക്ക് പീസ് നമ്മൾ തെറ്റിച്ച് വെച്ചിരിക്കുന്നത്, ഫ്രണ്ട് പീസ് കുറച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ബാക്കിൽ തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള തുണി നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്, അതാണ്. ഇനി നമ്മൾ കഴുത്തകലം കറക്റ്റ് മാർക്ക് ചെയ്യുകയാണ്. ഇവിടെയൊക്കെ മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി ഇവിടെ നമ്മളൊരു 3/4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുകയാണ്. 3/4 ഇഞ്ച് അതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ ആ ഡാർട്സിന് വേണ്ടിയുള്ള 1/2 ഇഞ്ച് കുറച്ചുകൊണ്ട് നമ്മൾ ഇവിടെ 2.25 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മൾ ഡാർട്സ് മാർക്കിന് വേണ്ടിയാണ്. ഇവിടെ നമ്മളൊരു 3/4 ഇഞ്ച് കൂടുതൽ ഷേപ്പ് കൊടുക്കുന്നു. കണ്ടോ, ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. 3/4 ഇഞ്ച് ഇവിടെ മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മളിനി ഇത് ഈ ഒരു നമ്മുടെ ബാക്ക് പീസിന് കറക്റ്റായി തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുക്കുന്നു. ബോട്ട് നെക്കാണ്, ബാക്ക് ഓപ്പണുള്ള ബോട്ട് നെക്ക് ബ്ലൗസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ നേരെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ നമ്മൾ 1.25 ഇഞ്ചാണല്ലോ ബാക്ക് പീസ് വിട്ടിരിക്കുന്നത്. അതേ 1.25 വേണ്ടി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം. തയ്ച്ച് വരുമ്പോഴേക്കും
നമുക്ക് കറക്റ്റായി ആ ഒരു ബോഡി മാർക്കിൽ കിട്ടണം. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ 10 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യാണ് നമ്മുടെ ഡാർട്സ് പോയിന്റിന് വേണ്ടി. ഇവിടെ നമ്മൾ 3.25 ഇഞ്ചാണ് വെക്കുന്നത്. ഇവിടെ നമ്മൾ വെക്കുന്നത് 3.25 ഇഞ്ചാണ്. ഇവിടെ നിന്നൊക്കെ 3.25, അടിവശത്ത് നമ്മൾ 3.25 ഇഞ്ചിൽ വെക്കുന്നു. ഇനി നമ്മളിങ്ങനെ ഈ ഒരു ഷേപ്പ് കൂടി വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇതുപോലെ റഗാളിൻ്റെ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഇത് വരയുന്നത്. ഈ ഒരു സെൻട്രൽ മാർക്കിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ഇതുപോലെ കണ്ടോ നല്ല റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നു. കണ്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 2.25 ഇഞ്ച് വിടുകയാണ്. അതുപോലെ തന്നെ മുകളിലേക്ക് 2 ഇഞ്ച് വിടുന്നു. കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ കണ്ടോ ഇതുപോലെ തന്നെ വരഞ്ഞെടുക്കുക. നമുക്ക് മുകളിലും അല്പം കറക്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് കണ്ടോ ഇതുപോലെ നമ്മൾ റഗാളിൻ്റെ വശം ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു. നമ്മൾ നേരെ മുകളിൽ നിന്ന് തുടങ്ങുന്നില്ല. മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ചൊക്കെ താഴ്ത്തി മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മാർക്കിംഗ് ചെയ്ത് കട്ടിങ് തുടങ്ങുന്നത്. കണ്ടോ ഇവിടെ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം നമ്മുടെ പ്രിൻസസ് കട്ടിന് വേണ്ട ഭാഗം ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു സൈഡ് ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ വരഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇവിടെ നമ്മൾ 3/4 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇനി ഇവിടെ നമ്മൾ ഇതൊരു തയ്ച്ചെടുക്കൂലേ, തയ്ച്ചെടുക്കുന്ന സമയത്ത് 1/4 ഇഞ്ചും പോയിന്റ് നമുക്ക് തുന്നത്തുണി വരും. അപ്പോൾ 2 ഭാഗവും കറക്റ്റ് 1/4 ഇഞ്ചും പോയിന്റ് തുന്നത്തുണി പിടിക്കുക. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്ക് പീസിൻ്റെ ബോഡി ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചാൽ കണ്ടോ നമ്മുടെ ആ ഒരു ബോഡി മാർക്ക് കണ്ടോ അവിടെ കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ 1/4 ഇഞ്ചും പോയിന്റുമായിരിക്കണം നമ്മുടെ തുന്നത്തുണി പിടിക്കേണ്ടത്. ടോട്ടൽ 3/4 ഇഞ്ച് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ എക്സ്ട്രാ നമ്മൾ 3/4 ഇഞ്ച് കൂടുതൽ കൊടുക്കുകയും ചെയ്യുക. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ്. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തുണിയെ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ലൂസിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുന്നു. നമ്മളിത് ലൈനിങ് പീസിലാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ലൂസിലേക്ക് മടക്കിയെടുക്കുക. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. കണ്ടോ ഇവിടെ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് ലെങ്ത്ത് 10 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടി ഒരു 1/2 ഇഞ്ച് കൂട്ടി 10.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതേ മാർക്കിംഗ് തന്നെ ഇവിടെ താഴെയും കൊടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് കണ്ടോ ഇതുപോലെ ഒരു മാർക്കിംഗ് കൂടി കൊടുക്കുന്നു. ആ ഒരു മാർക്കിംഗ് നമുക്ക് സ്ലീവ് മടക്കി തയ്ക്കുവാനുള്ളതാണ്. ഇനി നമ്മൾ റഗാൾ ലൂസ് വെക്കുന്നത്. റഗാൾ ലൂസ് നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത് പറഞ്ഞുതരാം. 35 ഇഞ്ചാണ് നമ്മുടെ ബോഡി മെഷർമെൻറ്റ്. അപ്പോൾ അതിന് നമ്മൾ 3 ഇഞ്ച് കുറക്കുക. നമുക്ക് 32 ഇഞ്ച് കിട്ടും. 32ന്റെ 4/1 8 ഇഞ്ച്. അതിൻ്റെ കൂടി ഒരു 1/4 ഇഞ്ച് തുന്നത്തുണി കൂടി കൂട്ടി 8.25 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇവിടെ നമ്മൾ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് 3.5 ഇഞ്ചിൽ. ഇനി ഇതുപോലെ നമ്മളിങ്ങനെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി അതുപോലെ നമ്മൾ അടിവശത്തുള്ള കൈയുടെ താവലുള്ള ലൂസ് 10.5 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 5.25 പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണി. ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മുകളിലേക്ക് 1.25 ഇഞ്ചിൽ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്ലീവിനെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മുടെ ഈ റഗാൾ വശമൊക്കെ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ ബാക്ക് പീസാണ് എടുക്കുന്നത്. കണ്ടോ നമ്മൾ ബാക്ക് പീസ് എടുക്കുന്നു. ബാക്ക് പീസിൽ നമ്മൾ നമ്മുടെ ഈ ഒരു ബോഡി ലൂസിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിങ്ങിലൊരു മാർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ മുകളിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു തുന്നത്തുണിയും നമ്മൾ വിടുന്നു. ആ ഒരു ഭാഗം നമ്മൾ മുകളിലേക്ക് കറക്റ്റ് കയറ്റി വെക്കുക. കണ്ടോ ഇതുപോലെ കയറ്റി വെക്കുന്നു. അതിനുശേഷം നമ്മളിങ്ങനെ കണ്ടോ റഗാളിനെ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് പിടിച്ചുകൊണ്ടിരിക്കും. കണ്ടോ നമുക്ക് ലൂസ് കിട്ടുന്നുണ്ടോ, കറക്റ്റായിരിക്കും നമ്മുടെ അളവിൽ കിട്ടുന്ന ആ ഒരു മാർക്കിംഗ് കറക്റ്റായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു ഭാഗം നമുക്ക്
ഉള്ളിലേക്ക് കൂടുതൽ വരുന്ന ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ആ ഒരു മാർക്കിങ്ങിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഫിനിഷിങ് കിട്ടും. അതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇനി നമ്മുടെ ഈ ഒരു അളവ് മാർക്ക് എത്തിയതിനു ശേഷം അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ക്രോസിൽ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ തുണിയെ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ അടിഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരു 1/2 ഇഞ്ച് കണ്ടോ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു ഷേപ്പ് നമ്മൾ ഈ ഒരു സെൻറ്റർ മാർക്കിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് കുറച്ചുകൊണ്ട് കണ്ടോ, ഇവിടെ സെൻറ്റർ മാർക്കിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് കുറച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു കട്ടിങ് നിർത്തേണ്ടത്. നമ്മൾ ആ ഒരു പോയിന്റ് വരെ, നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിന്റ് വരെ, ഷോൾഡർ പോയിന്റ് വരെ നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കാൻ പാടില്ല. ഇനി ബാക്കിൽ നിന്നും അല്പം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.